പേടകം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ ഇതാ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നോക്കൂ, പതിച്ചു കഴിഞ്ഞു, സുരക്ഷിതമായി തന്നെ കടലിൽ പതിച്ചു കഴിഞ്ഞു. പേടകം ആക്സിയം 4 ദൗത്യത്തിന്റെ അന്തിമഘട്ടവും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതാ റെസ്ക്യൂ ബോട്ടുകൾ അതിനടുത്തേക്ക് നീങ്ങുകയാണ്. വളരെ സുരക്ഷിതമായി അവരെ തിരിച്ചിറക്കുക എന്നത് മാത്രമേ ഇനിയുള്ളൂ. ശുഭാംശുവിന്റെ പുഞ്ചിരി കാത്തിരിക്കുകയാണ് നമ്മൾ. സുനിത വില്യംസിന്റെ പുഞ്ചിരി കണ്ടതുപോലെ തന്നെ ശുഭാംശുവിന്റെ പുഞ്ചിരിക്കായി കാത്തിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ആക്സിയം 4 ദൗത്യ സംഘത്തിന് എന്താണ് പറയാനുള്ളതെന്നാണ്. അവരെ ഏതാനും ദിവസം നിരീക്ഷണത്തിലായിരിക്കും. 7 ദിവസമാണ് പറയുന്നത്. അതെ, 7 ദിവസം നിരീക്ഷണത്തിലായിരിക്കും. കാരണം ബഹിരാകാശവുമായി അവരുടെ ആരോഗ്യനില പൊരുത്തപ്പെടേണ്ടതുണ്ട്. നാട്ടിലെത്തിയതിനു ശേഷം അവരുടെ ആരോഗ്യസ്ഥിതി പൊരുത്തപ്പെടേണ്ടതുണ്ട്. കാലുകൾ ചിലപ്പോൾ നിലത്തുറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരം കുറഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഏതായാലും പുതുതല്ല വിനീത. നേരത്തെയും നിരവധി ബഹിരാകാശ പേടകങ്ങൾ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓറിയോൺ, അതോടൊപ്പം സ്പേസ് എക്സ് ഫ്രം 2 ആർതെമിസ് മൂൺഷിപ്പ് എന്നിവയെല്ലാം ഇതിനു മുമ്പ് ഇവിടെ തന്നെ സ്പ്ലാഷ് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ കരുതും എന്താണ് ഇരുട്ടെന്ന്. കാലിഫോർണിയയിൽ ഇപ്പോൾ സമയം നേരം വെളുത്തിട്ടേ ഉള്ളൂ. 5 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അവിടുത്തെ സമയം. നമുക്കിവിടെ 3:01 ആണെങ്കിൽ അവിടെ ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. നേരം പരപരാ വെളുക്കുമ്പോഴേക്കും അവിടെ ചുറ്റിക്കറങ്ങി ആകാശ ദൃശ്യങ്ങളെല്ലാം കണ്ട് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവർ ഈ അവിടുത്തെ കാലിഫോർണിയയിലെ വെളുപ്പാൻ കാലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ശുഭാംശുവും സംഘവും. അല്ലേ വിനിത? സുജയ, ഗുഡ് മോർണിംഗ് പറയാൻ ഇതാ ശുഭാംശുവും സംഘവും ബഹിരാകാശത്ത് നിന്ന് വണ്ടി പിടിച്ചെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ശുഭമടക്കം അതാണ് ശുഭം സുപ്രഭാതം പറയാൻ അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കാവ്യാത്മകമായി പറയാം. പക്ഷേ ഈ 236 കിലോഗ്രാം കാർഗോ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ നിർണായകമാണ്. അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായി വന്ന സാമ്പിളുകൾ അടക്കമുള്ള അവശിഷ്ടങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഗൗരവത്തോടെ നമ്മൾ കാണണം. 6 വിത്തിനങ്ങളുടെ പരീക്ഷണങ്ങൾ കേരളത്തിൽ നിന്നുള്ള കൊണ്ടുപോയ 60 പരീക്ഷണമുണ്ട്. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിത്തിനങ്ങളുടെ ഉൾപ്പെടെ അത് ശുഭാംശുവിന്റെ 7 പരീക്ഷണങ്ങൾ നിർണായകവുമാകും. അവിടെ റിക്കവറി ഷിപ്പ് ഇപ്പോൾ കരയിലേക്ക് കുതിക്കുകയാണല്ലേ? അതാണ് റിക്കവറി കപ്പലിൽ ഇപ്പോൾ തിരിച്ച് പേടകം കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കിയതോടെ നമുക്ക് ഈ ദൗത്യം വിജയിച്ചു എന്ന് തന്നെ പ്രേക്ഷകരെ അറിയിക്കാം.